ചെന്നൈക്കടുത്ത് കൃഷ്ണഗിരി ജില്ലയിലെ ചിന്നാതി ഗ്രാമത്തെ ഞെട്ടിച്ച ഒരു ക്രൂര കൃത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെറും 6 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 കുട്ടികളുടെ അമ്മയായ ഭാരതിയും അയൽവാസിയായ 22കാരി സുമിത്രയും അറസ്റ്റിലായി. ഇപ്പോൾ നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നാറില്ലല്ലേ? ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് മനസ്സ് മരവിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ഇവിടെ അല്പം വ്യത്യസ്തതയുണ്ട്. നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തത. തന്റെ ലെസ്ബിയൻ പങ്കാളിക്കൊപ്പം താമസിക്കുന്നതിനായിരുന്നു ഭാരതി എന്ന സ്ത്രീ ഈ കൊടും പാതകം ചെയ്തത്. ഇവരെ സ്ത്രീയെന്നൊന്നും വിളിക്കാൻ പാടില്ലല്ലേ? സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാനമാണ്. കുട്ടി മുലപ്പാൽ കുടിച്ചപ്പോൾ നെറുകയിൽ കയറിയാണ് മരണം സംഭവിച്ചതെന്നാണ് ഭാരതി ആദ്യം പറഞ്ഞത്. എന്നാൽ ഭാര്യയുടെ സംശയകരമായ പെരുമാറ്റമാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. 26കാരിയായ ഭാരതിക്ക് തന്റെ അയൽവാസിയും 22കാരിയുമായ സുമിത്ര എന്ന യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു. അതീവ രഹസ്യമായി സൂക്ഷിച്ച ബന്ധമായതിനാൽ ഭാരതിയുടെ ഭർത്താവ് ജോലിക്ക് പോയതിനു ശേഷമായിരുന്നു പലപ്പോഴും ഇരുവരും തമ്മിൽ കാണുകയും സംസാരിക്കുകയും അടുത്ത് ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഭാരതിയും സുമിത്രയും അടുത്ത ബന്ധത്തിലായിരുന്നു. എന്നാൽ ഭാരതിക്ക് 3ാമത്തെ കുഞ്ഞ് പിറന്നതോടെ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. കുഞ്ഞിന്റെ പരിചരണം കാരണം ഭാരതിക്ക് സുമിത്രയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വന്നു. ഇതോടെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. താനുമായുള്ള ബന്ധം തുടരണമെങ്കിൽ കുട്ടിയെ വകവരുത്തണമെന്ന് സുമിത്ര നിരന്തരം ഭാരതിയെ നിർബന്ധിച്ചിരുന്നതായി കേളമംഗലം പോലീസ് പറയുന്നു. ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള തീരുമാനം ഭാരതി എടുത്തത്. ഭർത്താവ് സുരേഷും കുടുംബാംഗങ്ങളും ജോലിക്ക് പോയ സമയത്താണ് ഭാരതി ഈ ക്രൂരകൃത്യം ചെയ്തത്. മുലയൂട്ടുന്നതിനിടെ സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് മുഖം കൈകൊണ്ട് പൊത്തി ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത്. ഇതേ തുടർന്ന് തൊട്ടടുത്തുള്ള കേളമംഗലം സർക്കാർ ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചു. അപ്പോഴേക്കും കുട്ടി മരണപ്പെട്ടിരുന്നു. തുടർന്ന് മൃതദേഹം വീടിന് തൊട്ടടുത്തുള്ള കൃഷിയിടത്തിൽ സംസ്കരിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. എന്നാൽ കുഞ്ഞ് മരിച്ച ശേഷവും ഭാരതി വളരെ സന്തോഷവതിയായി കാണപ്പെട്ടതും നിരന്തരമുള്ള ഫോൺ സംഭാഷണങ്ങളുമൊക്കെ ഭർത്താവായ സുരേഷിൽ സംശയം ജനിപ്പിച്ചു. തുടർന്ന് ഭാരതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ സുരേഷ് ഞെട്ടിയെന്ന് തന്നെ പറയാം. ഇത്രയും നാൾ തന്നോടൊത്ത് ജീവിച്ച ഭാര്യയുടെ യഥാർത്ഥ സ്വഭാവം അന്നായിരുന്നു അയാൾ തിരിച്ചറിഞ്ഞത്. സുമിത്രയുമായി ഒന്നിച്ചുള്ള റീൽസുകളും അടുത്തിടപഴകുന്ന ചിത്രങ്ങൾക്കുമൊപ്പം മരിച്ച കുഞ്ഞിന്റെ ചിത്രമെടുത്ത് സുമിത്രയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ശല്യം തീർന്നെന്ന് പങ്കാളിക്ക് മെസ്സേജ് അയച്ചതും കണ്ടെത്തി. ഭാരതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച സംശയാസ്പദമായ സന്ദേശങ്ങളും കുട്ടിയെ കൊലപ്പെടുത്താൻ സുമിത്ര നിരന്തരം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങളും പോലീസിന് ഈ കേസിൽ നിർണായകമായി. സുരേഷ് ഭാര്യയുമായി സംസാരിച്ചപ്പോൾ ഇവരത് ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് ഭാരതി കുറ്റം സമ്മതിച്ചു. സുരേഷ് ഫോണിൽ കുട്ടിയുടെ മരണം സംബന്ധിച്ച് ഭാര്യയോട് സംസാരിക്കുകയും ഇത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യം ഇവർ നിഷേധിച്ചെങ്കിലും പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിച്ചു. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് കൈ മുഖത്ത് വെച്ച് മൂക്കുപൊത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഭാരതി പറയുന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. കാലിൽ വീഴാം, മരിക്കും വരെ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്നാണ് ഭാരതി സുരേഷിനോട് പറഞ്ഞത്. ഇത് ഇയാൾ റെക്കോർഡ് ചെയ്ത് പോലീസിൽ ഹാജരാക്കി. ഇൻസ്റ്റാഗ്രാം റീലുകളിലും ഭാരതിയും സുമിത്രയും ഒന്നിച്ച് വീഡിയോ പങ്കുവച്ചിരുന്നു. നെഞ്ചിൽ സുമി എന്ന ഭാരതി ടാറ്റുവും അടിച്ചിരുന്നു. സുമിത്രയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും അടുത്ത് ഇടപഴകുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഭാരതി സ്വന്തം ഫോണിൽ സൂക്ഷിച്ചിരുന്നു. സുമിത്രയ്ക്ക് വേണ്ടി നിരന്തരം ഭാരതി ധാരാളം പണം ചെലവഴിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. ഇരുവരുടെയും സൗഹൃദത്തെ ചൊല്ലി നിരന്തരം കുടുംബത്തിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. തങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്നും ഭർത്താവിന്റെ സംശയമാണെന്നുമാണ് ഭാരതി പറഞ്ഞിരുന്നത്. കുട്ടിയെ കൊലപ്പെടുത്താൻ സുമിത്ര നിരന്തരം നിർബന്ധിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളും ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്.